PV അൻവറിന്റെ ആ ദയനീയമായ അഭ്യർത്ഥന കേട്ട് കഴുത്തിൽ വെച്ചിരിക്കുന്ന ആ കത്രിക പൂട്ട് കുറച്ച് അയച്ചു കൊടുക്കുമോ? അല്ല, ഞങ്ങളാരും കത്രിക പൂട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല. നിങ്ങളുടെ ചോദ്യം തന്നെ അൻവർ അകത്തോ പുറത്തോ അത് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങളാരും തീരുമാനിക്കേണ്ടതെന്നല്ല. ഞങ്ങൾ തീരുമാനിച്ചത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പിണറായി സത്തിനെതിരായിട്ടുള്ള, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിലെ RSS വൽക്കരണവും പോലീസിന് ഉപയോഗിച്ച നരവേട്ട ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നതും നാട്ടിൽ വർഗീയത ഉണ്ടാക്കി മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നോക്കുന്ന CPMൻ്റെ BJPയുടെ B ടീമായിട്ട് നിൽക്കുന്ന, ചിലപ്പോൾ A ടീമായിരിക്കും, CPMൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അതിനുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ സന്ദേശം നൽകാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും എല്ലാം വിജയിച്ചപ്പോൾ CPM പറഞ്ഞത് ആദ്യമൊക്കെ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും പരാജയപ്പെട്ടപ്പോൾ അതൊക്കെ കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നില്ലേ എന്നുള്ള ഒരു വാദമായിരുന്നു. അപ്പോൾ നിലമ്പൂർ CPMൻ്റെ കയ്യിലിരുന്നൊരു സീറ്റ് ഞങ്ങൾ 99-ൽ 100 നിന്നവരിൽ നിന്ന് 98-ലേക്ക് എത്തുമ്പോൾ അത് 2026 മുമ്പുള്ള 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. അവിടെ അൻവർ രാജിവെച്ചതോ അൻവർ കലാപമുണ്ടാക്കിയതോ ഒന്നും കോൺഗ്രസിനോട് ആലോചിച്ചല്ല. പക്ഷേ അൻവർ ആ കലാപം ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസിനുള്ള അഭിപ്രായങ്ങളിലേക്ക് തന്നെ അൻവർ എത്തിയപ്പോൾ അത് ശരിയാണ്. ഇപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് KC വേണുഗോപാൽ ദേശീയ തലത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞതെന്താ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത്? അത് അൻവർ രാജിവെച്ചതുകൊണ്ടാണ്. അൻവർ രാജിവെച്ചത് എന്തിനാണ്? അൻവർ രാജിവെച്ചത് പിണറായിയെ താഴെ ഇറക്കാനാണ്, പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ്. അപ്പോൾ ആ അൻവറിനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, അൻവറിനെ സംരക്ഷിക്കാനുള്ള കാര്യം കോൺഗ്രസ് ചെയ്യുമെന്ന് KC വേണുഗോപാൽ പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അകത്തെടുത്ത് വെക്കുക തന്നെയല്ലേ? അല്ല, അൻവറിനെ ഒറ്റപ്പെടുത്തിയെന്ന് ആരാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എന്താ? അൻവർ എടുത്ത നിലപാട്, ആ നിലപാട് ലക്ഷ്യത്തിലേക്ക് എത്രയ്ക്ക് കോൺഗ്രസിനൊപ്പം നിൽക്കണം, അതല്ലേ അൻവർ തീരുമാനിക്കേണ്ടത്. അത് മാത്രമാണല്ലോ, എവിടെ നിൽക്കണം എന്ന് അൻവർ തീരുമാനിക്കേണ്ടതാണ്, അല്ലാണ്ട് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം ഒരു നിലപാടെടുത്തപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഘടിപ്പിച്ചിരിക്കുന്ന നിലപാട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താണ് എന്ന് തീരുമാനിച്ചു വരട്ടെ. ഞങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ പല തലങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ളവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ തുടങ്ങും. അൻവർ രാവിലെ പറഞ്ഞത് എന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടു, ദയാവധത്തിന് വിട്ടു, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, എല്ലാം അനുഭവിച്ചു, ഞാൻ എല്ലാം അനുഭവിച്ചു നിൽക്കുകയാണ്, എനിക്ക് ഉള്ളതെല്ലാം പോയി, കാല് പിടിക്കുന്ന നേരത്ത് മുഖത്തിന് ചവിട്ടുകയാണ് എന്നാണ് അദ്ദേഹം രാവിലെ പറഞ്ഞത്. അതിനുശേഷമാണ് കത്രിക പൂട്ടിട്ട്, ഒരു കത്രിക പൂട്ടിന്റെ ഒരു പൂട്ടിൽ പിണറായി അദ്ദേഹം പറയുന്നു. അപ്പൊ കത്രിക പൂട്ടിട്ട് നിർത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്റെ അവസ്ഥ ഇതാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അഭിലാഷേ, അദ്ദേഹം പല കാര്യങ്ങൾക്കും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം CPMനകത്ത് നിന്നപ്പോൾ പോലും കടന്നല്ലായും വൈകാരികമായൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ അവസാനം അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു വീഴ്ച CPMനകത്ത് നിന്നുണ്ടായത്. അപ്പോൾ CPM ചെയ്തിരിക്കുന്നതിൻ്റെ അത്രയും CPMൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രോക്സി രാഷ്ട്രീയം കളിച്ച ഒരാളോട്, CPMൻ്റെ കടന്നല്ലായിരുന്ന ഒരാളോട് CPM ചെയ്ത അത്രയൊന്നും ഒന്നും സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരു നിലപാടെടുക്കണം, ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. TMCയിൽ നിന്ന് 10 മന്ത്രിമാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൽ വരുന്നുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് മത്സരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ UDFനൊപ്പം നിന്നുകൊണ്ട് പിണറായി സത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തണമോ, ആ പിണറായി സത്തെ പരാജയപ്പെടുത്താൻ UDFൻ്റെ കൂടെ നിൽക്കണമെന്ന് പൂർണ്ണമായിട്ട് 100% അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ. ഇതിപ്പോൾ നിങ്ങൾ പറയുന്നത് KC വേണുഗോപാൽ പറഞ്ഞതോ K സുധാകരൻ പറഞ്ഞതോ ഒന്നും VD സതീശൻ പറഞ്ഞതൊന്നും വ്യത്യസ്തമല്ല. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്തായിരുന്നു, K മുരളീധരൻ പറഞ്ഞത് എന്തായിരുന്നു, VM സുധീരൻ പറഞ്ഞത് എന്താ, AK ആന്റണി പറഞ്ഞത് എന്താ, എല്ലാ നേതാക്കന്മാരും അൻവറിന്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് നിൽക്കുന്നത്. പിന്നെ ഓരോരുത്തരും പറയുന്ന വാക്കുകളിൽ ചിലപ്പോൾ അല്പം രൂക്ഷത ഉണ്ടാവും, ചിലപ്പോൾ ഇപ്പം മയത്തിൽ സംസാരിക്കും. അതൊക്കെ ഓരോരുത്തരുടെയും ഇതല്ലേ. ഇപ്പൊ AK ആന്റണി VD സതീശൻ പറഞ്ഞ പോലെ പറയണം എന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അതിനപ്പുറമൊന്നുമില്ല. അൻവർ എന്ന് പറയുന്നത് അവിടെ കൂടെ നിന്നാൽ നല്ലൊരാളാണ്, കൂടെ നിന്നില്ലെങ്കിലും ജയിക്കുന്ന സാധ്യത UDFനുണ്ട്. അൻവറിനെ സംബന്ധിച്ചോളം അൻവർ ഏറ്റെടുത്ത ഒരു പോരാട്ടം, ഒരു രാഷ്ട്രീയം, അദ്ദേഹത്തിന് പിണറായി സത്തെ പരാജയപ്പെടുത്താൻ അദ്ദേഹം ഒപ്പം നിന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവകാശപ്പെടാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്.